2008 ഡിസംബർ 31 റോട്ടിൽ പലയിടത്തും ഒരു ബോർഡ് ലൈഫ് ചേഞ്ചസ് ഇൻ എ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും ഒരു ബോർഡ് ഫ്രം ടുമോറോ ലൈഫ് ചേഞ്ചസ് ഇൻ എ സെക്കൻഡ് ഫ്രം ടുമോറോ എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുക. ഇപ്പോൾ 2009 ജനുവരി 1 ഒരു വലിയൊരു സംഭവം വരുമെന്നുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് രീതിയായിരുന്നു അന്ന് അവർ അഡോപ്റ്റ് ചെയ്തിരുന്നത്. ടുട്ടൂടു 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 മനസ്സിലായ? ടുഡുഡുഡു. അതെ, ടാറ്റ ഡോകോമോ 2009 ഒരു റെവല്യൂഷൻ പോലെ വന്നൊരു കമ്പനിയായിരുന്നു ടാറ്റ ഡോകോമോ. പണ്ട് കാലത്ത് ഒരു ഫോണിന് നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഒരു കോളിന് മിനിറ്റിനായിരുന്നു പൈസ. എന്നാലും ഒരു നല്ലൊരു അഡ്വർടൈസിങ് സ്ട്രാറ്റജി ആയിട്ട് ലൈഫ് ചേഞ്ചസ് ഇൻ എ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് ഓൾ ഇന്ത്യ സെക്കൻഡ് ബില്ലിംഗ്, അതായത് ഇന്ത്യയിലേക്ക് എവിടെ വേണമെങ്കിലും വിളിച്ചോ, ലോക്കൽ ആണെങ്കിൽ 1 പൈസ പെർ സെക്കൻഡ്, അതേപോലെ തന്നെ STD ആണെങ്കിൽ 1.2 പൈസ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് വന്നൊരു കമ്പനിയായിരുന്നു ടാറ്റ ഡോകോമോ. എന്നാൽ ഇന്ന് ആ കമ്പനി ഇല്ല. ആ കമ്പനിക്ക് എന്ത് പറ്റിയെന്ന് പല ആളുകളും പെട്ടെന്ന് മറന്നും പോയി. പണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 2009 ഞാൻ അന്ന് മംഗലാപുരത്ത് BTech പഠിക്കുന്ന ടൈമിൽ നമുക്ക് എപ്പോഴും ഒരു പ്രോബ്ലം ആയിരുന്നു STD വിളിക്കാന്നുള്ള കാര്യം. പക്ഷേ ടാറ്റ ഡോകോമോ STDയും അങ്ങനെ നമുക്കൊരു സെയിം ഫ്ലാറ്റ് ബില്ലിംഗ് കൊണ്ടുവന്നപ്പോൾ ആ ടാറ്റ ഡോകോമോയുടെ സിം എടുത്തിട്ട് പോകാമെന്നുള്ളൊരു ഇതായി. സിമ്മൊക്കെ അത്ര ഡിമാൻഡായിരുന്നു, നമ്പറൊന്നും കിട്ടാനില്ല, എവിടെയും സിമ്മ് കിട്ടാനില്ല, എല്ലാവരും ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നൊരു കാര്യം. ഇന്ന് ആ കമ്പനി ഇല്ല. ആ കമ്പനി ഡ്യൂസ് കൂടിക്കൊണ്ട്, കടങ്ങൾ കൂടിക്കൊണ്ട് അവസാനം ആ കമ്പനി ഇന്ത്യയിലെ ഇപ്പോഴത്തെ ലാർജസ്റ്റ് മൊബൈൽ ഓപ്പറേറ്റർ ആയിട്ടുള്ള ഭാരതി എയർടെലിന് ആ കമ്പനി ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ കടം ഭാരതി എയർടെൽ ഏറ്റെടുക്കുക, കമ്പനി ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഒരു മേർജിങ് നടന്നു. അങ്ങനെ ആദ്യമായിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പണ്ട് ആദ്യമായിട്ട് കുറേ ആളുകളുടെ കയ്യിലുണ്ടായിരുന്ന സാധനമാണ് പേജർ. പേജർ ഉപയോഗിക്കുമ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും എൻ്റെ ഫാദറിൻ്റെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഫോൺ ചെയ്ത് പറയാം, അപ്പോൾ അവരൊരു മെസ്സേജ് ആയിട്ട് വരാം. ഒരു ലക്ഷറി സിമ്പിളായിരുന്നു പേജർ, എല്ലാവരും ബെൽറ്റിൽ കൊണ്ടുവന്ന് ഇട്ട് നടക്കും. കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ പേജർ എന്നുള്ള ടെക്നോളജി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ദുബായിലുള്ളവരൊക്കെ വന്നിട്ട് പറയും, ഇത് എന്തിനാണ് ഇത് വാങ്ങിച്ചത്, ഇപ്പം തന്നെ മൊബൈൽ വരൂല, എന്തിനാണ് ഇത് വാങ്ങിച്ചതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഒരു സുപ്രഭാതത്തിലാണ് പെട്ടെന്ന് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞിട്ടൊരു സാധനം വന്നിരുന്നത്. അന്ന് ആദ്യമായിട്ട് കാറ് വാങ്ങിച്ചപ്പോൾ ഫ്രീ കിട്ടുന്ന സാധനമാണ് ഈ മൊബൈൽ ഫോൺ. അന്ന് കാറിൻ്റെ നമ്പർ തന്നെയായിരുന്നു മൊബൈൽ ഫോണിനും എടുത്തിരുന്നു, ഫാദർ എടുത്തിരുന്നു. എസ്കോട്ടൽ, അതേപോലെ തന്നെ BPL മൊബൈൽ, പഴയ ആളുകൾക്കൊക്കെ അറിയായിരിക്കും, ആദ്യത്തെ കമ്പനീസാണ്. ഒരു സിമ്മിന് 3500 രൂപയായിരുന്നു വില. ഔട്ട് ഗോയിങ് കോൾസ് മിനിറ്റിന് 25 രൂപ, ഇൻകമിങ് കോൾസ് മിനിറ്റിന് 16 രൂപ, SMS-ന് ഒരു SMS-ന് 5 രൂപ. അന്ന് SMS ഒന്നും ആർക്കും അറിയില്ല. ആദ്യമായിട്ട് SMS അയക്കുമ്പോൾ ചെന്നൈയിലേക്ക് ഒരു 2 സെക്കൻഡിൽ കിട്ടുമ്പോൾ നമുക്കൊക്കെ അതിശയമായിരുന്നു. 4 കാലം മാറി, 10-15 കൊല്ലത്തിൽ വലിയൊരു ഡിഫറൻസ് ആണ് ഉണ്ടായിരുന്നത്. പണ്ട് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുണ്ടായിരുന്ന കോളിംഗ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഇപ്പോൾ ആരും കോൾ ചെയ്യാറില്ല, കാരണം എല്ലാവരും വാട്സാപ്പിലേക്ക് മാറി. അങ്ങനെ ഡ്രാസ്റ്റിക് ചേഞ്ചാണ് ഈ ടെലികോം ഇൻഡസ്ട്രിയിൽ വന്നത്. അതിൻ്റെ ഇടയ്ക്ക് 2010-11 ആ കാലഘട്ടങ്ങളിൽ ഗവൺമെൻറ് 3G സ്പെക്ട്രം ലേലം ചെയ്ത് പല കമ്പനീസിനും കൊടുത്ത് ലൈസൻസ് ഫീയും അതേപോലെ തന്നെ ഈ സ്പെക്ട്രം ഓരോ സ്റ്റേറ്റിൽ വാങ്ങിക്കാനുള്ള പർച്ചേസസ് ഒക്കെ ഹൈ എമൗണ്ട് വെച്ചിട്ടാണ് ഗവൺമെൻറ് അത് വെച്ച് സെല് ചെയ്തിരുന്നത്. അത് വലിയൊരു സ്കാമായിട്ട് മാറുകയും ഇപ്പോൾ ആ സ്കാമൊന്നും ഇല്ല, എല്ലാം കറക്റ്റായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിധി വരികയും ചെയ്തു. അങ്ങനെ ഏറ്റവും കൂടുതൽ ചൂഷണം പെട്ടിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ് ടെലികോം ഇൻഡസ്ട്രി. അപ്പോൾ നമ്മളൊക്കെ പണ്ട് 3 കമ്പനിയാണ്, BPL, ഐഡിയ, എയർടെൽ, പിന്നെ BSNL ഒരിടത്ത് മാറി നിൽക്കും. ഇവർ 3 പേരും ഒരു സെറ്റാണ്, കാർട്ടൽ എന്ന് പറയും. ഇവർ 3 പേരും തീരുമാനിക്കും എത്ര റേറ്റ് ഇടണം, ഇൻ്റർനെറ്റ് എത്ര രൂപയ്ക്ക് കൊടുക്കണം, കോൾ എത്രയും കൊടുക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും സെയിം അറ്റ് പാർ റേറ്റ് കൊടുക്കുമ്പോൾ കമ്പനിയൊക്കെ നല്ല രീതിയിൽ പോയിരുന്നു. അതിനുശേഷമാണ് ഗവൺമെൻറ് എല്ലാ കമ്പനീസിനും ലൈസൻസ് കൊടുത്തുകൊണ്ട് കുറേ കമ്പനീസ് ഒരിടയ്ക്ക് 2012-11 കാലഘട്ടങ്ങളിൽ ഓൾമോസ്റ്റ് 14 കമ്പനിയോളം മൊബൈൽ ഫോൺ നെറ്റ്വർക്ക് കമ്പനീസോളം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ യൂണിനോർ, വീഡിയോകോൺ, MTS, ടാറ്റ ഡോകോമോ, അതേപോലെ തന്നെ ഹച്ച്. അപ്പം അങ്ങനെ
കുറേ കമ്പനീസ് അവിടെ വന്നിരുന്നു. പക്ഷേ ഇന്നൊന്നും ആ കമ്പനി ഇല്ല. അങ്ങനെ ഒരു ചേഞ്ച് വന്നിരിക്കുന്നതാണ് ഇപ്പോൾ. ഇന്ത്യൻ ടെലികോം ഇൻഡസ്ട്രിയിൽ ആകെ 3 പ്ലെയറാണ് മെയിൻ ആയിട്ടുള്ളത്. ഭാരതി എയർടെൽ, വോഡഫോൺ ഐഡിയ, രണ്ടുപേരും മേർജായി, റിലയൻസ് ജിയോ, പിന്നെ ആർക്കും വേണ്ടാത്ത BSNL, ഒരു ഗവൺമെൻറ്റിൻ്റെ കമ്പനി എന്ന് പറഞ്ഞിട്ട് BSNL. 4 കമ്പനീസേ ആ കൂടെ ഉള്ളൂ. ഇനി എന്ത് സംഭവിക്കുന്നു പല ആളുകളും ചോദിക്കുന്നത്. വോഡഫോൺ ഐഡിയക്ക് എന്ത് പറ്റും? ഇപ്പോൾ ഷെയറിൻ്റെ വില ഇത്രയും കൂടി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച 4 രൂപ ഉണ്ടായിരുന്ന ഷെയറിന് 10 രൂപയായി. സെല് ചെയ്യണോ ബൈ ചെയ്യണോ? കുറേ പേർക്കുള്ള ഡൗട്ട് ഉണ്ട്. എയർടെൽ ഇത്രയും എമൗണ്ടായി, എന്താണ് സംഭവിക്കാൻ പോകുന്നത്? യൂഷ്വലി ഒരു കമ്പനി ഫെയിലാകുമ്പോൾ, യെസ് ബാങ്ക് ഫെയിലായപ്പോൾ എന്താ സംഭവിച്ചത്? ഗവൺമെൻറ് അതിൻ്റെ ഇടയിൽ ഇൻ്റർവ്യൂ ചെയ്തിട്ട് SBIയുടെ ഒരാളെ യെസ് ബാങ്കിൽ അപ്പോയിൻറ്റ് ചെയ്തിട്ട് യെസ് ബാങ്കിനെ തിരിച്ച് ഒരു ബാക്ക് ടു ട്രാക്ക് ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ ടെലികോം കമ്പനീസ് ഒരു പ്രോബ്ലത്തിലെത്തുമ്പോൾ, അവർക്ക് ഇത്രയും ഡ്യൂസ് കൊടുക്കാമെന്നുള്ള എത്തുമ്പോൾ, ഡ്യൂസ് എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ട് ഒന്നും അല്ല, ഹെഫ്റ്റി ഡ്യൂ ആണ്. അതായത് വോഡഫോൺ ഐഡിയ അറൌണ്ട് 35,000 crores, 52,000 crores, ഭാരതി എയർടെൽ അറൌണ്ട് 35,000 crores ആണ് കൊടുക്കാനുള്ളത്. അപ്പോൾ കമ്പനീസിന് 2 വഴിയുണ്ട്. ഒന്നെങ്കിൽ ആ എമൗണ്ട്, ഗവൺമെൻറ് പറയുന്ന എമൗണ്ട് കൊടുക്കുക, പക്ഷേ കൊടുക്കാനായിട്ട് കമ്പനിക്ക് പൈസ ഇല്ല. അല്ലെങ്കിൽ ബാങ്ക്രപ്സി പ്രഖ്യാപിക്കുക, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കമ്പനി വേറെ ആൾക്കാരെ ടേക്ക് ഓവർ ചെയ്തു എന്ന് പറയാം. അങ്ങനത്തെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഇത്രയും ഡ്യൂസ് കിട്ടാനുള്ള ഗവൺമെൻറ്റിനൊന്നും കിട്ടൂല. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ഈ ടെലികോം ഇൻഡസ്ട്രീസിൽ നടക്കാൻ പോണേന്നുള്ളതിന് കുറച്ച് ആക്ച്വലി ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനാണ് കൺസ്യൂമേഴ്സിന്. കമ്പനീസിന് ഒരു നല്ല കാലമാണ്. 2 കേസ് ഉണ്ട്. അതായത് ഒന്നെങ്കിൽ ഇന്ത്യയിലെ ടോപ്പ് പ്ലെയർ ആയിട്ടുള്ള ഭാരതി എയർടെൽ അല്ലെങ്കിൽ റിലയൻസ് ജിയോ വോഡഫോൺ ഐഡിയനെ ടേക്ക് ഓവർ ചെയ്യുക, അല്ലെങ്കിൽ വോഡഫോൺ ഐഡിയയിൽ വേറെ കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്ത് വോഡഫോൺ ഐഡിയ സ്റ്റേബിളായിട്ട് ഇരിക്കുക. ഇപ്പോൾ വോഡഫോൺ പുറത്തെ കമ്പനിയാണ്, അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ സ്റ്റേബിളായിട്ട് ഇരിക്കുക. അപ്പോൾ 3 കമ്പനീസ് മാർക്കറ്റിൽ പ്രസൻറ്റ് ചെയ്യാന്നുള്ളൊരു വേഴ്സ്റ്റ് സിറ്റുവേഷൻ വരുന്നത് ഒരു മാർക്കറ്റിൽ ഡുവോപോളി വരുമ്പോഴോ. ഡുവോപോളി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, മോണോപോളി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഒരു കമ്പനി എല്ലാം ബിസിനസ് റിലേറ്റഡ് മാത്രം ചെയ്യും, വേറെ കോമ്പറ്റീഷനും ഇല്ല, വേറെ ആൾക്ക് എൻട്രി ചെയ്യാനും പറ്റില്ല. എക്സാമ്പിൾ ഇപ്പോൾ IRCTCയുടെ ബിസിനസ് അങ്ങനെയാണ്, മോണോപോളിയാണ്, വേറെ ഒരു കമ്പനി അത് ചെയ്യാൻ പറ്റില്ല. ഡുവോപോളി എന്ന് പറഞ്ഞാൽ അതിനെയും കാട്ടി ഡേഞ്ചറസ് ആണ്. ഡുവോപോളി എന്ന് പറഞ്ഞാൽ 2 വലിയ കമ്പനീസ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ പറയണമെങ്കിൽ ഒരിടക്ക് ഭാരതി എയർടെലും അതേപോലെ തന്നെ റിലയൻസ് ജിയോ, അവർ 2 പേരുമാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ഓക്കെ, ഇതിൻ്റെ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞാൽ, പുതിയ കമ്പനി വന്ന് എന്ന് വിചാരിച്ചോ, ചെറിയ കമ്പനീസ് എൻട്രി ചെയ്തെന്ന് വിചാരിച്ചോ, അവർക്കൊന്നും സർവൈവ് ചെയ്യാൻ പറ്റൂല. കാരണം ഇവർ 2 പേരും ബിഗ് പ്ലേയേഴ്സാണ്. അവരുടെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് അങ്ങനെ ഇതായിട്ട് പോകും. ഓക്കെ, ചെറിയൊരു കമ്പനി വരുമ്പോൾ കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. പിന്നത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, നമ്മൾ കൺസ്യൂമേഴ്സിനെ പോലത്തെ ആൾക്കാർക്കാണ്. നമുക്ക് റേറ്റിൽ ഒരു കൺട്രോൾ ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാൻ ആദ്യം ഈ മൊബൈൽ ഫോൺസ് ഒക്കെ വന്ന ടൈമിൽ ഒരു കോളിന് 25 രൂപ ഉണ്ടായിരുന്ന ഒരു കോളിന് ഇപ്പോഴത്തെ കോളിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രീ ആണ്. മാസം ഒരു ചെറിയ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആണ്. അത്ര അധികം ഇന്ത്യയിൽ മാത്രമാണ് ടെലികോം കമ്പനീസ് കോമ്പറ്റീഷൻ മൂലം ഇത്രയും മാർക്കറ്റ് ഇത്രയും തകർത്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലെത്തി കുറേ കമ്പനീസൊക്കെ പൂട്ടിപ്പോയി. ഇപ്പോൾ കുറച്ച് കമ്പനീസായിട്ട് വന്നത്. ഇപ്പോൾ ഡുവോപോളി വരുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഈ 2 കമ്പനീസ് തീരുമാനിക്കും, ഓക്കെ നമുക്ക് എത്ര പ്രൈസ് സെറ്റ് ചെയ്യണം. ഓക്കെ, അതിൽ കുറച്ച് സെറ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും എല്ലാം ഓൺലൈനായിട്ട് ചെയ്യുന്ന ആൾക്കാർ, വാട്സാപ്പ്, വീഡിയോ, യൂട്യൂബ് എല്ലാം ഓൺലൈനായിട്ട് ചെയ്യുന്ന ആൾക്കാർ. നമ്മൾ ഡേറ്റയ്ക്ക് കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പാണ്. വേറെ രാജ്യത്തായിട്ട് നോക്കുമ്പോൾ വളരെ ചീപ്പാണ്. എന്നാൽ ഇവരെല്ലാവരും കൂടി ഡേറ്റയ്ക്കും കോൾസിനൊക്കെ റേറ്റ് കൂട്ടും, ഉറപ്പുള്ള കാര്യമാണ്. റേറ്റ് കൂട്ടുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സാധാരണ ഏകദേശം 1 GB ഓഫ് 4G ഡേറ്റയ്ക്ക് 3 രൂപ 4 രൂപയാണ് ഒരു കമ്പനി ചാർജ് ചെയ്യണം. അത് ഒരു ദിവസം അങ്ങോട്ട് 20 രൂപ 15 രൂപ ആക്കിയാൽ കമ്പനീസ് നല്ല രീതിയിൽ മാറും. പക്ഷേ എഫക്റ്റ് ചെയ്യാൻ പോകുന്ന നമ്മൾ കൺസ്യൂമേഴ്സിനായിരിക്കും. അപ്പോൾ നമ്മൾ സഹായിക്കാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു കമ്പനി ഉണ്ട്, BSNL. പക്ഷേ BSNL ഓഫീസിലൊക്കെ നമ്മൾ ചെന്നിട്ട്, ചേട്ടാ എപ്പോഴാണ് 4G എപ്പോഴാണ് വരാം എന്ന് ചോദിച്ചാൽ അവർ നമ്മുടെ അടുത്ത് ചോദിക്കും, എപ്പോഴാണ് 4G വരാം? നമ്മളൊക്കെ സമരം ചെയ്യേണ്ടത്, ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, BSNL 4G കൊടുക്കണം, ഗവൺമെൻറ് ഇത് അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അൺലെസ് BSNL തിരിച്ച് വരാതെ അങ്ങനത്തെ ഒരു കേസ് വരികയാണെങ്കിൽ ഈ പ്രൈവറ്റ് കമ്പനീസ് ഡേറ്റയുടെ റേറ്റൊക്കെ കൂട്ടിയിട്ട് ഇവർ പൈസ ഉണ്ടാക്കാനുള്ള വഴിയിലേക്ക് ഇറങ്ങും. നമ്മൾ സഫർ ചെയ്യാൻ പോകുന്നത്
കൺസ്യൂമേഴ്സാണ്. അപ്പോൾ എല്ലാവരും പറയും റിലയൻസ് ജിയോ അംബാനി ഉണ്ട് റേറ്റ് കുറച്ച് തരുന്നത്. പണ്ട് ഫ്രീ എന്നൊക്കെ പറഞ്ഞിരുന്ന അംബാനി ഇപ്പോൾ ചാർജ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ലോകത്ത് എന്ത് ബിസിനസ് ആണെങ്കിലും എല്ലാവരും പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് പോകുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ ഇവൻ അംബാനി റിലയൻസ് ജിയോ വരെ റേറ്റ് അങ്ങോട്ട് കൂട്ടും. അപ്പോൾ ഇനി വരാൻ പോണ ടൈം എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും നേരത്തെയൊക്കെ കൊറോണ എഫക്റ്റ് ചെയ്ത കണ്ടമാനം ബിസിനസ്സിന് സെയിൽസ് ഇല്ലെങ്കിലും ടെലികോം ഇൻഡസ്ട്രിക്ക് കൊറോണ ബാധിച്ചിട്ടില്ല. അവർക്ക് അവരുടെ ബിസിനസ് കൂടിയിട്ടേ ഉള്ളൂ. പക്ഷെ അവർക്ക് ഒരു കുഴപ്പമുള്ളൂ, അവരുടെ ഡേറ്റ ചാർജസും മറ്റ് ചാർജസൊക്കെ കോമ്പറ്റീഷൻ കാരണം കുറച്ച് വെച്ചിരിക്കുന്നതാണ്. അവർ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ ശരിയാവുന്ന പ്രശ്നമുള്ളൂ ഇവർക്ക്. ഇപ്പോൾ ടെലികോം കമ്പനീസിൽ ഇപ്പോൾ ഐഡിയയുടെ സ്റ്റോക്ക് അറൗണ്ട് 10 rupees-ആയി. ഓക്കെ, അതൊരു ചെറിയൊരു പുൾ ബാക്ക് കാണുന്നുണ്ട്, ഒരു നല്ലൊരു ഇത് കാണുന്നുണ്ട്. ഭാരതി എയർടെലിൻ്റെ ഷെയർ 550 rupees-ഉമാണ്. അപ്പോൾ വേണമെങ്കിൽ എല്ലാവർക്കും ഇങ്ങനത്തെ വോഡഫോൺ ഐഡിയ ഞാൻ പറഞ്ഞില്ല, ആ ഡ്യൂ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്. പക്ഷേ അത് ഇപ്പോൾ ഇവരൊക്കെ കൂടെ റേറ്റ് കൂട്ടുകയാണെങ്കിൽ ഇതിൻ്റെ കാര്യത്തിലൊക്കെ പെട്ടെന്ന് നമുക്ക് അവർക്ക് അത് പേ ബാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂട്ടാനാണ് സാധ്യത. അപ്പോൾ വോഡഫോൺ ഐഡിയ എന്നുള്ള സ്റ്റോക്ക് ഇപ്പോൾ എല്ലാവർക്കും വേണമെങ്കിൽ നോക്കാം. പക്ഷേ ആരും ലംസമായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തേക്കരുത്. ഇത് ജസ്റ്റ് എൻ്റെ ഒരു വ്യൂ പോയിന്റ് ആണ്. ഓക്കെ, എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കണമെങ്കിൽ ഓൾവേസ് കൺസൾട്ട് വിത്ത് യുവർ ഫിനാൻഷ്യൽ അഡ്വൈസർ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടെലികോം ഇൻഡസ്ട്രിയിൽ ഒരു ഡുവോപോളി വന്നാൽ വരാൻ പോകുന്ന ചേഞ്ചസ് അത് ആ ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് കമ്പനീസിന് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ കുറേ ആൾക്കാർക്ക് പഴയ ഓർമ്മകളുണ്ടാവും. എസ്കോട്ടിൽ ഐഡിയ വോഡഫോൺ ഐഡിയ ആയത്, അതേപോലെ തന്നെ BPL മൊബൈൽ ഹച്ച് SR ആയത്, SR വോഡഫോൺ ആയത്, അങ്ങനെ കുറേ കമ്പനീസ് ഇങ്ങനെ മാറി ഇപ്പോൾ ഇത്ര കമ്പനീസേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും പണ്ട് മൊബൈൽ ഉപയോഗിച്ചിരുന്ന ആൾക്കാരായിരിക്കും. ആദ്യത്തെ മൊബൈൽ ഈ കണക്ഷൻ ഏതാണ് എടുത്തതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഏറ്റവും കൂടുതൽ ഏത് കമ്പനിയാണ് വരാമെന്ന് നോക്കാം. അത്രയേ ഉള്ളൂ. സോ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് താഴെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും താഴെയുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൾവേസ് ഫീൽ ഫ്രീ ടു ആസ്ക്. താങ്ക് യു.